ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത് ഈ ഒരു വാസ്ലിൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേയധികം ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതുപോലത്തെ ഒരു കുപ്പി, ഒരു ബോട്ടിൽ വാങ്ങിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യുക. 10 രൂപയുടെയൊക്കെ ചെറിയ പാക്കറ്റ് 5 രൂപയുടെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതാണെങ്കിലും ചെറിയ ഡപ്പി, കുഞ്ഞു ഡപ്പി ഉണ്ട്. അപ്പോൾ അതാണെങ്കിലും വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുക, എപ്പോഴെങ്കിലൊക്കെ യൂസ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ലൈക്കും കൂടി ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വാസലിൻ കൊണ്ട് നമ്മളിപ്പം വീട്ടിൽ നിന്ന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതുപോലത്തെ പൂട്ടും താഴും പൂട്ടും ഒക്കെ. അപ്പോൾ ഇത് ഇടയ്ക്കിങ്ങനെ ലോക്ക് ആവാണ്ടിരിക്കുകയും കുറച്ച് ടൈറ്റൊക്കെ ആവുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ വാസലിനിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. അതുണ്ടോ, ഇതേപോലെ ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ മെഴുകുതിരി ഉണ്ടെങ്കിൽ മെഴുകുതിരി ആണെങ്കിൽ ഒന്ന് അരച്ചാൽ മതി കേട്ടോ. അതും നല്ല വർക്കിംഗ് ആണ്. എന്നിട്ട് ജസ്റ്റ് ചെയ്തുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയാൽ മതി. അപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, ലോക്ക് ആണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നവും അതിനകത്തുള്ള തുരുമ്പൊക്കെ ഉണ്ടെങ്കിലും പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് അറിയത്തില്ലാത്തവരൊക്കെയാണെങ്കിൽ ഒന്ന് പോകുന്നത്, നമ്മളിപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടല്ലേ. അപ്പോൾ നെയിൽ പോളിഷ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വാസലിൻ ഇതുപോലെ എടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇതുണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് സൈഡിൽ കൂടെ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ നെയിൽ പോളിഷ് ഇടാത്ത സൈഡിൽ കൂടെ എല്ലാം കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ആയി കഴിയുമ്പോൾ അതൊരു വൃത്തികേടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കുറച്ച് വാസലിൻ പറ്റിയിട്ട് ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സൈഡിൽ പറ്റിയതൊക്കെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ തന്നെ പൊക്കോളും. അല്ലെങ്കിൽ ഒരുമാതിരി വൃത്തികേടല്ലേ എന്ന് ആ സൈഡിൽ കൂടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു വൃത്തികേട് പോലല്ലേ. അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുണ്ട്, ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ അതൊന്ന് പൊക്കോളും കേട്ടോ. ആ കയ്യിലത് പറ്റിയിരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മളിപ്പം മോതിരമൊക്കെ ചിലപ്പോൾ ഊരാനായിട്ടൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന മോതിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുണ്ട്, ഇതുപോലെ കുറച്ച് വാസലിൻ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. എത്ര ടൈറ്റായിട്ടുള്ള മോതിരാണെങ്കിലും അല്ലെങ്കിൽ വളയാണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അതുണ്ടോ ഇതിനകത്ത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുണ്ട്, ഇത് നല്ല ഇതുണ്ട് ഒഴുക്ക് പോലെയാണ്. അപ്പോൾ പെട്ടെന്ന് അത് പോയി കിട്ടും. പിന്നെ എൻ്റെ കയ്യിലൊരു ഇതുണ്ട്, ഈ ഒരു എൻ്റെ വളയുണ്ട്. അപ്പോൾ ഇത് പക്ഷേ കുറച്ച് ചെറുതാണ്, ഭയങ്കര പാടാണ് കയറ്റാൻ വേണ്ടിയിട്ട്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളയിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് വാസലിൻ എടുത്തിട്ട് കയ്യിലൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുണ്ട് കയ്യിലോട്ട് ഈസി ആയിട്ട് കണ്ടോ, ഈസി ആയിട്ട് കയറിപ്പൊക്കോളും, ഈസി ആയിട്ട് ഇറങ്ങിയും വരും. കണ്ടോ, ഇതുണ്ട് കുഞ്ഞ് ചെറിയൊരു വളയായതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കയ്യിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ടിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ കുറച്ചിങ്ങനെ കയറുമ്പോഴത്തേനും ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ കൊണ്ട് പറ്റിയിരിക്കും. അത് ജസ്റ്റ് വളയിലോട്ട് തന്നെ തൂത്ത് കൊടുക്കുക കേട്ടോ. വള നല്ല ഇതുണ്ട്, നല്ല ഷൈനിങ് ആവും. നമ്മുടെ ഏതിപ്പം സ്വർണ്ണവളയാണെങ്കിലും ഇപ്പോൾ ഗോൾഡ് കവറിങ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതുണ്ട് നല്ലൊരു ഇത് കിട്ടും, നല്ലൊരു തിളക്കം കിട്ടും നമ്മുടെ ആ ഒരു വളയ്ക്കൊക്കെ കേട്ടോ. അപ്പോൾ ഏത് തരം ഇതിലും ഗോൾഡ് കവറിങ്ങിലോ അല്ലെങ്കിൽ ഗോൾഡിലോ വെള്ളിയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പുതുപുത്തം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ തേക്കാറുണ്ട്. അപ്പം സോറി, ഇത് അകത്തുനിന്ന് ഇതായിപ്പോയി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേക്കാറുണ്ട്. അപ്പം ഇത് എന്തെങ്കിലും നമ്മൾ തേച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരിയൊക്കെ മാറിപ്പോവുകയോ ഒക്കെ ചെയ്യും, ചുണ്ടിൽ തേച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ പാട് പോലും അല്ലെങ്കിൽ മാഞ്ഞിറക്കും നമ്മൾ ജസ്റ്റ് തൂക്കുമ്പോഴത്തേനും അത് എന്താ പറയുക, ആ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ഒരു ചുമന്ന പാട് കാണും. അപ്പോൾ അങ്ങനെ ഒന്നും വരാണ്ടിരിക്കാണ്ട് ഇച്ചിരി കുറച്ച് ഇതുണ്ട്, ഇതുപോലെ ഒന്ന് വാസലിൻ ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഒന്ന് തൂത്ത് കളയുക. അതുണ്ടോ, ഒന്ന് തൂത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളറ് പോലും നമുക്കവിടെ കാണാൻ സാധിക്കുക കേട്ടോ. കണ്ടോ, നമുക്ക് ആ വേണ്ട സ്ഥലത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഒരു വാസലിൻ തേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു റെഡ് കളർ അവിടെ ഇവിടെ ഒന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ ഇതും അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ സിന്ദൂരമൊക്കെ തൊടുമ്പം നമ്മൾ ആ ഒരു സൈഡിൽ കുറച്ച് വാസലിൻ വെച്ചിട്ട് ഒന്ന് തേക്കുകയാണെങ്കിൽ നല്ല പോലെ അത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും.
അതുപോലെ തന്നെ പടരുകയില്ല കേട്ടോ. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില പേഴ്സുകൾക്ക് ഭയങ്കര പാടായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇതുണ്ട് ഭയങ്കര വലിക്കുമ്പോഴൊക്കെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സുകളിൽ കുറച്ച് ഇതുണ്ട് വാസ്ലിൻ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. ഇതുണ്ടോ ഇതുപോലെ ഒന്ന് തേച്ച് ഫുള്ളൊന്ന് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തുരുമ്പുണ്ടെങ്കിൽ തുരുമ്പും പൊക്കോളും. അതുപോലെ തന്നെ ഈ ഒരു ടൈറ്റായിട്ടിരിക്കുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ അത് ഇതുണ്ട് ഇതുപോലൊക്കെ ഒന്ന് കുട്ടികളുടെയൊക്കെ ബാഗുകളിലും ഒക്കെ ഈ ഒരു പ്രശ്നം വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം എന്താ പറയുക ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വാസ്ലിൻ വെച്ചിട്ട് ഈ ഒരു പണി ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്താ പറയുക ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട്. ചീപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ചില ചീപ്പുകളുടെ എന്താ പറയുക ഈ ഒരു അറ്റവും ഒക്കെ ഭയങ്കരമായിട്ടും ഷാർപ്പും അതുപോലെ തന്നെ ഭയങ്കര ചിലപ്പോൾ ചെയ്യുമ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വാസ്ലിൻ വെച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സ്മൂത്തായിട്ട് മുടിക്കകത്തോട്ട് കയറിയിട്ട് അന്ന് ഇതായി വരാനായിട്ട്. അതുപോലെ തന്നെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇതുപോലെ വാസ്ലിൻ ഇങ്ങനെ ചീപ്പയിൽ ഇടയ്ക്കൂടെ ഇങ്ങനെ തേച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ മുടി നന്നായിട്ട് ഈരുക കേട്ടോ. അപ്പോൾ കിടക്കുന്നേരം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ആ ഒരു മുടിയുടെ അറ്റം ഒന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക ആ ഒരു കെട്ടുപിടഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പോകും. അതുപോലെ തന്നെ ആ ഒരു മുടിയിൽ എന്താ പറയുക ആ അറ്റമൊക്കെ ഒന്ന് പൊട്ടത്തില്ല. ആ സംഭവം നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വാസ്ലിൻ ഹാക്ക് അറിയത്തില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ. മുടിയൊക്കെ പൊട്ടിപ്പോകുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇത് എന്താ പറയുക ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ട് 40 രൂപയാണ് കേട്ടോ വില. ജാസ് എന്ന പേര്. നല്ല സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ്. ഒരുപാട് നേരം നിൽക്കും കേട്ടോ. ഫുൾ ഡേ ഫുള്ള് വരെ നിൽക്കും. അടുത്ത ദിവസം നമ്മൾ ആ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും ഈ ഒരു ഇതിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചവർക്കറിയാം. അപ്പം ഇതുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ സെൻറ്റൊക്കെ തേക്കില്ല, നമ്മൾ മേത്ത് സെൻറ്റ് അടിക്കാൻ നേരം ആദ്യമേ ഈ ഒരു സ്പ്രേ എന്താ പറയുക നമ്മുടെ ഈ ഒരു വാസലിൻ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ കയ്യിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കഴുത്തലാണെങ്കിൽ ഒന്ന് ഇതുപോലെ കുറച്ച് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നമ്മൾ ഏതാണ് സ്പ്രേ അടിക്കണമെങ്കിൽ സ്പ്രേ അടിക്കാം. ഇതുപോലെ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ സെൻ്റാണെങ്കിൽ ഇതൊന്ന് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു സ്മെല്ല് എത്ര നേരം വേണേലും പോകാണ്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും നമ്മുടെ മേത്തും നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് സ്പ്രേ നമ്മുടെ കൈയുടെ ബ്രസ്റ്റിൻ്റെ ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നേരം അതിൻ്റെ ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കഴുത്തിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പം അത് അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി സെൻറ്റ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ കുപ്പി വളയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഗിൽറ്റിൻ്റെ അതുപോലെ തന്നെ കല്ലൊക്കെ വെച്ചിട്ടുള്ള വളകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതലും ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു കല്ലൊക്കെ മങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ടൊന്ന് അതിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക കല്ലും അതുപോലെ തന്നെ ആ ഒരു നല്ല ഗിൽറ്റൊക്കെ ഉള്ള വളയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തിളങ്ങും കേട്ടോ. അപ്പോൾ മിക്കതും ഇപ്പോൾ കൂടുതലും പിള്ളേർ കല്ലുള്ള വളകളും അങ്ങനത്തെയൊക്കെ വളകളായപ്പോൾ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുള്ള വളകളായിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ഒരു വള നല്ല ഷൈനിങ്ങോടെ പുത്തം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് വാസലിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ, പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ അതറിയത്തില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇനി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു വളയിൽ തന്നെ ഇത് ജസ്റ്റ് തേച്ച് കൊടുത്തപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ഷൈനിങ് ഉണ്ട്. അപ്പോൾ ഇതുണ്ട് ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നല്ല ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുക, അതൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പൊട്ടുന്ന ഗ്ലാസ്സുകളൊന്നും ഇല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ഒരു മൊത്തം ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വാസലിൻ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേനും കുറേ എന്താ പറയുക വണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ പാറ്റയൊക്കെ കയറി ഇരിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട് നമ്മൾ എടുത്ത് വെക്കുന്ന പാത്രങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും നമുക്ക് ഈ ഒരു ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾ ഗ്ലാസ്സൊക്കെ നമുക്ക് അടുക്കി വെക്കാൻ നേരം എടുത്ത് മുകളിലോ തട്ടിന് മുകളിലോ എവിടെ വെള്ളം വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും. പിന്നെ നമ്മൾ എടുത്തിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.